2025 ഡിസംബർ 31 ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിക്കും. എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ തുടങ്ങാനിരിക്കെ പുതിയ റിപ്പോർട്ടുകളൊന്നും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇത് വൈകിയാൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പണം നഷ്ടപ്പെടുമോ എന്നാണ് ഇപ്പോഴുള്ള പ്രധാന ചർച്ച. 2025 ഡിസംബർ 31 ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി അവസാനിക്കും. എട്ടാം ശമ്പള കമ്മീഷൻ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ 2025 നവംബറിൽ ധനകാര്യ മന്ത്രാലയം എട്ടാം ശമ്പള കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാൻ 18 മാസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് 2028 വരെ വൈകാനും സാധ്യത കൂടുതലാണ്. ശമ്പള പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയാലും ചില ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ലഭിക്കില്ല എന്നതാണ് ജീവനക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായി ഇപ്പോൾ പറയുന്നത്. എന്നാലും ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 76,500 രൂപയാണെങ്കിൽ 2 വർഷത്തെ കാലതാമസം മൂലം ഏകദേശം 3.8 ലക്ഷം രൂപ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും കണക്കുകൂട്ടലുണ്ട്. ഇതിന്റെ പ്രധാന കാരണം വീട്ടുവാടക അലവൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ നഷ്ടം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശമ്പള പരിഷ്കരണം വൈകുമ്പോൾ അടിസ്ഥാന ശമ്പളത്തിന്റെ കുടിശ്ശിക പിന്നീട് ലഭിക്കുമെങ്കിലും അലവൻസുകൾക്കുള്ള കുടിശ്ശിക ലഭിക്കാറില്ല. പ്രധാനമായും വീട്ടുവാടക അലവൻസ് പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന തീയതി മുതൽ മാത്രമേ വർദ്ധിപ്പിച്ച HRA ലഭിക്കാൻ സാധ്യതയുള്ളൂ. 2026 ജനുവരി ലഭിക്കേണ്ട വർധനവ് 28-ലാണ് കിട്ടുന്നതെങ്കിൽ ഇടയിലുള്ള 2 വർഷത്തെ വർധനവ് ജീവനക്കാരന് നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. ഇനിയുള്ളത് സാധാരണയായി പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയാണ് പതിവ്. എന്നാൽ ഇത് വൈകുന്നതോടെ DA കുടിശ്ശികയും ലഭിക്കില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത് എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം വലിയ തുകയായിരിക്കും HRA പോലുള്ള ആനുകൂല്യങ്ങളുടെ രൂപത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നഷ്ടപ്പെടാൻ പോവുക. എന്തായാലും നിലവിലെ ആശങ്കകൾക്ക് ഉടൻ തന്നെ സർക്കാർ മറുപടി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം ജനുവരി 1 മുതൽ പുതിയ എട്ടാം ശമ്പള കമ്മീഷന്റെ വരവിനായി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.